ഭാരതത്തിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. 2024 ജനുവരി 26 രാജ്യം അതിന്റെ 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഡൽഹിയിലെ പുരാതനമായ ചുവപ്പ് കോട്ട അന്നു മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങി നിന്നു. പുലർച്ചെ മുതൽ തന്നെ ഡൽഹിയിലെ തെരുവുകൾ ജനസമുദ്രമായി മാറിയിരുന്നു. മൂടൽ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് സൂര്യരശ്മികൾ ചുവപ്പ് കോട്ടയുടെ മിനാരങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ ഒരു മാന്ത്രിക സൗന്ദര്യം കൈവരിച്ചിരുന്നു. ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ത്രിവർണ പതാകയുടെ നിറങ്ങൾ വിതറിക്കൊണ്ട് പറന്നുയർന്നു. താഴെ ചുവപ്പ് കോട്ടയുടെ മൈതാനത്ത് ആയിരക്കണക്കിന് സൈനികർ അച്ചടക്കത്തോടെ മാർച്ച് പാസിനായി തയ്യാറെടുത്തു നിൽക്കുന്നു. രാജ്യത്തെ പ്രമുഖ നേതാക്കൾ, മന്ത്രിമാർ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ എന്നിവരെല്ലാം വേദിയിൽ ഇരിക്കുന്നു. ദൂരദർശൻ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രധാന ചാനലുകളെല്ലാം ഈ ചരിത്ര നിമിഷം തത്സമയം സംപ്രേഷണം ചെയ്യാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനാണ്. എന്നാൽ ഇത്തവണ സർക്കാർ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം രാജ്യത്തെ യുവാക്കളെ പ്രതിനിധീകരിച്ച് ലോക പ്രശസ്തനായ യുവ ഡോക്ടർ വിക്രമിനെയാണ് പ്രസംഗത്തിനായി ക്ഷണിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം കോടിക്കണക്കിന് ആളുകളെയാണ് സ്വാധീനിച്ചത്. വിക്രമിന്റെ വാക്കുകൾ കേൾക്കാൻ യുവാക്കളും വിദ്യാർത്ഥികളും ടിവിക്ക് മുന്നിൽ ആകാംക്ഷയോടെ ഇരുന്നു. സമയം കൃത്യം രാവിലെ 9:30 പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും വേദിയിലെത്തി. സൈനിക ബഹുമതികൾക്ക് ശേഷം പ്രസംഗത്തിനുള്ള സമയമായി. എന്നാൽ അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയെ തേടിയെത്തിയത്. ഡോക്ടർ വിക്രം സഞ്ചരിച്ച കാർ വൻ അപകടത്തിൽ പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നും ചുവപ്പ് കോട്ടയിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും ആശുപത്രിയിൽ നിന്നുള്ള സന്ദേശം വന്നു. വേദിക്കു പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പരിഭ്രാന്തി പടർന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനു മുമ്പ് യുവാക്കളുടെ ശബ്ദമായി വിക്രം സംസാരിക്കേണ്ടതായിരുന്നു. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ചടങ്ങിൽ അവസാന നിമിഷം ഇത്തരമൊരു പ്രതിസന്ധി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പകരം ആരെ കൊണ്ടുവരും എന്ന് രാഷ്ട്രപതി ആശങ്കയോടെ ചോദിച്ചു. പ്രമുഖരായ 5 ആളുകളെ ഉടൻ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആർക്കും അത്ര വേഗത്തിൽ അവിടെ എത്താൻ കഴിയില്ലായിരുന്നു. പഴുതടച്ച സുരക്ഷയുള്ള ചുവപ്പ് കോട്ടയിലേക്ക് ഒരു പുതിയ വ്യക്തിയെ പെട്ടെന്ന് എത്തിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. സമയം 10 മണിയാകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ജനങ്ങൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ പടർന്നു തുടങ്ങി. പ്രോട്ടോകോൾ പ്രകാരം ചടങ്ങുകൾ വൈകാൻ പാടില്ല. ഉദ്യോഗസ്ഥരുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങി. ആ നിമിഷം ചുവപ്പ് കോട്ടയുടെ പിന്നിലെ സുരക്ഷാ കവാടത്തിന് സമീപം ഒരു പഴയ ഡസ്റ്റ്ബിന്റെ അടുത്ത് ഒരു ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നടക്കുന്ന ബഹളങ്ങളോ സുരക്ഷാ സന്നാഹങ്ങളോ അവനെ ഭയപ്പെടുത്തിയില്ല. അവൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. കാലിൽ ചെരുപ്പില്ല. മുടിവല്ലാതെ ജട പിടിച്ചിരിക്കുന്നു. കാഴ്ചയിൽ അവനൊരു ഭിക്ഷക്കാരനാണെന്ന് ആരും കരുതിപ്പോകും. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു അഗ്നിയുണ്ടായിരുന്നു. ആ ബാലന്റെ പേര് ആകാശ് എന്നാണ്. കഴിഞ്ഞ 3 ദിവസമായി ചുവപ്പ് കോട്ടയുടെ ഒരുക്കങ്ങൾ അവൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ വിക്രം എത്തില്ലെന്ന വിവരം അവിടെ ഉണ്ടായ ബഹളങ്ങൾക്കിടയിൽ അവൻ മനസ്സിലാക്കി. രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം തന്റെ പക്കലുണ്ടെന്ന് ആ 14 വയസ്സുകാരൻ വിശ്വസിച്ചു. പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആകാശ് സുരക്ഷാ വേലികൾ മറികടന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവനെ പിടികൂടി പുറത്താക്കാൻ ശ്രമിച്ചു. എവിടേക്കാണ് ഈ കുട്ടി പോകുന്നത്? അവനെ ഇവിടുന്ന് മാറ്റൂ എന്നൊരു ഉദ്യോഗസ്ഥൻ ആക്രോശിച്ചു. എന്നാൽ ആകാശ് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. ഈ രാജ്യത്തോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ആ ശബ്ദം കേട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി തിരിഞ്ഞു നോക്കി. കണ്ടാൽ വെറുമൊരു ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്ന ആ ബാലൻ ചുവപ്പ് കോട്ടയുടെ ചരിത്ര പ്രസിദ്ധമായ വേദിയിൽ പ്രസംഗിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ആ അസാധാരണമായ ആത്മവിശ്വാസം സെക്രട്ടറിയെ ഒന്ന് ചിന്തിപ്പിച്ചു. ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ആ ചടങ്ങിനെ രക്ഷിക്കാൻ ഒരു പക്ഷേ ഈ ബാലന് കഴിയുമോ? ചരിത്രം മാറാൻ പോകുന്നത് ആർക്കും മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ നിന്ന് കുതറിമാറി ആകാശ് വിളിച്ചു പറഞ്ഞ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു കളഞ്ഞു. എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എന്നവന്റെ വാക്കുകളിൽ വെറുമൊരു വാശിയല്ല, മറിച്ച് എന്തോ വലിയ സത്യമുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയായ മിസ്റ്റർ ശർമ്മക്ക് തോന്നി. എങ്കിലും കീറിപ്പറഞ്ഞ വസ്ത്രം
ധരിച്ച ചളി പുരണ്ട കാലുകളുള്ള ഒരു കുട്ടിയെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വേദിയിൽ കയറ്റുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഇത് ചുവപ്പ് കോട്ടയാണ്, നിന്റെ ചേരിയിലെ കളിക്കോട്ടയല്ല. ഇവിടുന്ന് ഉടൻ തന്നെ പുറത്തു പോകൂ. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവനെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വന്നത് സാക്ഷാൽ രാഷ്ട്രപതിയായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ബാലനെ അദ്ദേഹം നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകളിലെ തിളക്കം ഒരു സാധാരണ കുട്ടിയുടേതല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിൽക്കൂ, രാഷ്ട്രപതി ശാന്തനായി പറഞ്ഞു. ഉദ്യോഗസ്ഥർ പെട്ടെന്ന് നിശബ്ദരായി. അദ്ദേഹം ആകാശിന്റെ അരികിലേക്ക് നടന്നു. മോനെ, നീ ആരാണ്? നിനക്ക് എന്ത് പ്രസംഗിക്കാനാണ് കഴിയുക? അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. ആകാശ് തന്റെ കീറിയ പോക്കറ്റിൽ നിന്നും മടക്കി പിടിച്ച ഒരു പഴയ കടലാസ് കഷ്ണം പുറത്തെടുത്തു. അതിൽ പെൻസിൽ കൊണ്ട് അവ്യക്തമായി ചില വരികൾ എഴുതിയിരുന്നു. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല സാറേ, പക്ഷെ ഞാൻ എന്നും ഈ ചുവപ്പ് കോട്ടയുടെ പുറത്തുനിന്ന് നേതാക്കളുടെ പ്രസംഗം കേൾക്കാറുണ്ട്. റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ തന്നെ എഴുതിയ വരികളാണ്. അവൻ തന്റെ പേപ്പർ നീട്ടി. ആ കടലാസ് രാഷ്ട്രപതി വാങ്ങി വായിച്ചു. അതിലെ ഓരോ വരിയും ഒരു ബോംബ് പോലെ ശക്തമായിരുന്നു. എന്റെ പേര് ആകാശ് എന്നാണ്, പക്ഷെ എനിക്ക് നിൽക്കാൻ ഒരു ഭൂമിയില്ല. റിപ്പബ്ലിക് എന്നാൽ എല്ലാവർക്കും തുല്യ അവകാശമാണെന്നാണ് ഞാൻ കേട്ടത്. എങ്കിൽ എന്തുകൊണ്ടാണ് വമ്പൻ പ്രസംഗങ്ങൾ നടക്കുമ്പോഴും എന്റെ മുത്തശ്ശിക്ക് മരുന്നില്ലാതെ കരയേണ്ടി വരുന്നത്? ഇത്തരത്തിൽ തുടങ്ങുന്ന വരികൾ രാഷ്ട്രപതിയെ വല്ലാതെ ചിന്തിപ്പിച്ചു. അദ്ദേഹം ആ കടലാസ് പ്രധാനമന്ത്രിക്ക് കൈമാറി. പ്രധാനമന്ത്രി ആ വരികൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം പടർന്നു. രാജ്യത്തെ വലിയ എഴുത്തുകാർ തയ്യാറാക്കി നൽകുന്ന പ്രസംഗങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ആത്മാർത്ഥത ആ വരികൾക്കുണ്ടായിരുന്നു. അദ്ദേഹം ആകാശിന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. നിനക്ക് പേടിയുണ്ടോ ആകാശ്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആകാശ് പ്രധാനമന്ത്രിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു. സാറേ, വിശന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടിയേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. എനിക്ക് സത്യങ്ങൾ പറഞ്ഞാൽ മതി, അതിനെനിക്ക് ഭയമില്ല. ഈ മറുപടി കേട്ടതോടെ പ്രധാനമന്ത്രി ഒരു ധീരമായ തീരുമാനമെടുത്തു. ഇന്ന് ഇന്ത്യ കേൾക്കാൻ പോകുന്നത് ഡോക്ടർ വിക്രമനെ അല്ല, ഈ മണ്ണിലെ യഥാർത്ഥ മകനെയാണ്. ആകാശ് സംസാരിക്കും. ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ പ്രതിഷേധം ഉയർന്നു. സർ, ഇത് സുരക്ഷാ പ്രശ്നമാണ്. ഇവനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. മാത്രമല്ല, ലോകം മുഴുവൻ നോക്കി നിൽക്കെ ഒരു കീറിയ വസ്ത്രം ധരിച്ച ഭിക്ഷക്കാരനെ പോലെയുള്ള ഒരു കുട്ടി പ്രസംഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കില്ലേ? അവർ വാദിച്ചു. അതിനും ആകാശിന് മറുപടി ഉണ്ടായിരുന്നു. സാറേ, എന്റെ വസ്ത്രം കീറിയതാണെങ്കിലും എന്റെ ചിന്തകൾ കീറിയതല്ല. ഈ രാജ്യം എങ്ങനെയുള്ളതാണോ അങ്ങനെ തന്നെ ലോകത്തിനു മുന്നിൽ നിൽക്കുന്നതല്ലേ സത്യസന്ധത? അവന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരായി. സുരക്ഷാ പരിശോധനകൾ അതിവേഗം പൂർത്തിയാക്കി. അവനെ കുളിപ്പിക്കാനോ വസ്ത്രം മാറ്റാനോ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി തന്നെ ആകാശിനെ പ്രസംഗ പീഠത്തിലേക്ക് നയിച്ചു. ചുവപ്പ് കോട്ടയിലെ ആ വലിയ മൈക്കുകൾക്ക് മുന്നിൽ ആകാശ് വന്നു നിന്നു. താഴെ നോക്കിയപ്പോൾ തലകൾ മാത്രം കാണാവുന്ന വമ്പിച്ച ജനക്കൂട്ടം. ക്യാമറകളുടെ കണ്ണുകൾ അവനിലേക്ക് തിരിഞ്ഞു. രാജ്യം മുഴുവൻ ആകാംക്ഷയുടെ മുനയിലായി. ആരാണീ കുട്ടി? വിക്രം എവിടെ പോയി? എന്തിനാണ് ഒരു ഭിക്ഷക്കാരനെ പ്രധാനമന്ത്രി വേദിയിൽ നിർത്തിയിരിക്കുന്നത്? ടിവിക്ക് മുന്നിലിരിക്കുന്നവർ പരസ്പരം ചോദിച്ചു. റേഡിയോകളിൽ അവന്റെ ശബ്ദം കേൾക്കാൻ ഇന്ത്യ കാതോർത്തു. ആകാശ് മൈക്ക് മുറുകെ പിടിച്ചു. അവന്റെ കൈകളൊന്ന് വിറച്ചു. ആകാശ് ആ കൂറ്റൻ വേദിയിൽ മൈക്കിന് മുന്നിൽ വന്നു നിന്നപ്പോൾ ചുവപ്പ് കോട്ടയിലെ അന്തരീക്ഷം പെട്ടെന്ന് നിശ്ചലമായി. ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ആ മൈതാനം ഒരു നിമിഷം ശ്വാസം അടക്കിപ്പിടിച്ചു. ഇതാരാണ് എന്ന ചോദ്യം ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ക്യാമറകൾ അവനെ സൂം ചെയ്ത് കാണിച്ചു. കീറിയ വസ്ത്രം, ജട പിടിച്ച മുടി, ചെരുപ്പില്ലാത്ത പാദങ്ങൾ. ലോകം കണ്ട ഏറ്റവും വലിയ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ വേദിയിൽ ഒരു ഭിക്ഷക്കാരനെ പോലെയുള്ള ബാലൻ നിൽക്കുന്നത് പലരിലും അത്ഭുതവും ചിലരിൽ നീരസവും ഉണ്ടാക്കി. ആകാശ് പതുക്കെ കണ്ണുകൾ അടച്ചു. അവൻ തന്റെ മുന്നിലെ ജനക്കൂട്ടത്തെ നോക്കിയില്ല. പകരം തന്റെ മുഷിഞ്ഞ കുടിലിൽ രോഗബാധിതയായി കിടക്കുന്ന മുത്തശ്ശിയെ ഓർത്തു. സ്കൂളിൽ പോകാൻ കൊതിച്ച് മതിലിനു പുറത്തുനിന്ന് തന്റെ കൂട്ടുകാരനെ ഓർത്തു. അവൻ മൈക്കൊന്ന് ശരിയാക്കി തന്റെ സംസാരം തുടങ്ങി. നമസ്കാരം, എന്റെ പേര് ആകാശ് എന്നാണ്. ഞാൻ ഇവിടേക്ക് വന്നത് ഒരു വലിയ പ്രസംഗം നടത്താനല്ല, മറിച്ച് എന്റെ ഹൃദയത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ്. റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ല, കാരണം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ചുവപ്പ് കോട്ടയുടെ ബാരിക്കേഡിന് പുറത്തുനിന്ന് ഇത് വർഷങ്ങളായി കാണുന്നുണ്ട്. അവന്റെ ശബ്ദം ചുവപ്പ് കോട്ടയുടെ മതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ജനങ്ങൾക്കിടയിലെ അടക്കം പറച്ചിലുകൾ നിലച്ചു.
ആകാശ് തുടർന്നു. എല്ലാവരും പറയുന്നു ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണെന്ന്. നമ്മൾ ഭരണഘടനയെ ആഘോഷിക്കുന്നു. ഭരണഘടന നമുക്കെല്ലാവർക്കും തുല്യ അവകാശമാണ് നൽകുന്നതെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, എന്റെ മുത്തശ്ശിക്ക് എയിംസ് ആശുപത്രിയുടെ മുന്നിൽ ഒരു രാത്രി മുഴുവൻ കിടന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു കിടക്ക കിട്ടാതെ പോയത്? ഞങ്ങൾക്ക് ആധാർ കാർഡും റേഷൻ കാർഡും ഇല്ലാത്തത് കൊണ്ടാണോ? റിപ്പബ്ലിക് എന്നാൽ എല്ലാവർക്കും അവകാശമുള്ള രാജ്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ ചേരിയിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെ ഉച്ചഭക്ഷണമെങ്കിലും കഴിക്കാൻ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നത്? ഈ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വേദിയിലിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കളും അസ്വസ്ഥരായി. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചലനമുണ്ടായി. സത്യസന്ധമായ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തറച്ചു. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നെ തടഞ്ഞു. അവർ എന്നോട് ചോദിച്ചു, ഈ വസ്ത്രം ധരിച്ച് നീ എങ്ങനെ ചുവപ്പുകോട്ടയിൽ കയറുമെന്ന്. ഞാൻ അവരോട് ചോദിക്കുന്നു, ഈ കീറിയ വസ്ത്രം എന്റെ കുറ്റമാണോ? അതോ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇത് മാറ്റാൻ കഴിയാത്ത നമ്മുടെ വ്യവസ്ഥയുടെ കുറ്റമാണോ? റിപ്പബ്ലിക് എന്നാൽ വെറും ഒരു ആഘോഷമല്ല, മറിച്ച് ഏറ്റവും താഴെയുള്ള ഒരു വ്യക്തിക്കും അവന്റെ അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ധൈര്യമാണ്. ആ ധൈര്യമാണ് ഇന്ന് എന്നെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അവന്റെ വാക്കുകൾ അതീവ ഗൗരവത്തോടെ കേട്ടു നിൽക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളിൽ നിന്ന് പണമോ പ്രശസ്തിയോ വേണ്ട. എനിക്ക് വേണ്ടത് ഒരു ചെറിയ റിപ്പബ്ലിക് ആണ്. അവിടെ എന്റെ പേരും ഒരു ലിസ്റ്റിൽ ഉണ്ടാകണം. എന്റെ മുത്തശ്ശിയെ ചികിത്സിക്കാൻ ഒരു കാർഡ് വേണം. എന്നെപ്പോലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സ്കൂളിന്റെ മതിൽക്കെട്ടിന് പുറത്ത് നിൽക്കാതെ അകത്ത് കയറി പഠിക്കാൻ സാധിക്കണം. നമ്മൾ ആകാശത്തേക്ക് നോക്കി ത്രിവർണ പതാക കാണുമ്പോൾ അഭിമാനിക്കുന്നു. പക്ഷെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇന്നും വിശന്ന് കരയുന്ന കുട്ടികളെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് അപൂർണമാണ്. അവൻ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, എന്റെ പേര് ആകാശ് എന്നാണ്. ആകാശം എല്ലാവർക്കും ഒന്നാണ്. ഭൂമിയും എല്ലാവർക്കും ഒന്നാകുന്ന ദിവസം മാത്രമേ എനിക്ക് എന്റെ റിപ്പബ്ലിക് പൂർണ്ണമാകൂ. ജയ് ഹിന്ദ്. പ്രസംഗം കഴിഞ്ഞ് ആകാശ് മൈക്ക് താഴ്ത്തി വെച്ചപ്പോൾ ആ സെക്കൻഡുകളിൽ വലിയൊരു നിശബ്ദത അവിടെ നിലനിന്നു. പിന്നീടുണ്ടായത് ഒരു ഇടിമുഴക്കം പോലെയുള്ള കയ്യടികളായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിച്ചു. മുതിർന്ന നേതാക്കളുടെ കണ്ണുകളിൽ പോലും ഈർപ്പം പടർന്നു. രാജ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സത്യമായിരുന്നു ആ 14 വയസ്സുകാരൻ വിളിച്ചു പറഞ്ഞത്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ആകാശിനെ കെട്ടിപ്പിടിച്ചു. അത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല, അതൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. ആകാശ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് വേദിയിൽ നിന്നും പിന്നിലേക്ക് നടന്നപ്പോൾ ചുവപ്പ് കോട്ടയിലെ ഓരോ മണൽ തരിയും ആ കയ്യടിയിൽ വിറക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആകാശിന്റെ കൈകൾ മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരി ഒരു ചേരി ബാലന്റെ മുന്നിൽ വികാരധീനനായി നിൽക്കുന്ന കാഴ്ച ടിവിയിലൂടെ കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ആ നിമിഷം മുതൽ ആകാശ് വെറും ഒരു ബാലനല്ല, മറിച്ച് ഇന്ത്യയുടെ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറി. പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ രാജ്യം മുഴുവൻ ആകാശിനെ തിരയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ അവന്റെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. ആരാണ് ഈ ആകാശ്? അവന്റെ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് ഇന്റർനെറ്റ് നിറഞ്ഞു. ചുവപ്പ് കോട്ടയിലെ ആഘോഷങ്ങൾ അവസാനിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ആകാശ് ഉന്നയിച്ച ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ആകാശിനെ അന്ന് വൈകുന്നേരം തന്നെ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു. തന്റെ കീറിയ വസ്ത്രങ്ങളിൽ തന്നെ അവൻ അവിടെ എത്തി. ലക്ഷറി കാറുകളും കൊട്ടാരം പോലത്തെ കെട്ടിടങ്ങളും അവനെ ഭയപ്പെടുത്തിയില്ല. അവിടെ വെച്ച് പ്രധാനമന്ത്രി അവനോട് ചോദിച്ചു, ആകാശ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിന്റെ ജീവിതം മാറ്റാൻ എനിക്ക് സാധിക്കും. നിനക്ക് വലിയൊരു വീട് വേണോ, അതോ വിദേശത്ത് പോയി പഠിക്കണോ? അവൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, സാറേ, എനിക്കൊരു വീട് തന്നാൽ എന്റെ ചേരിയിലെ മറ്റ് ആയിരക്കണക്കിന് കുട്ടികളുടെ അവസ്ഥ മാറില്ല. എനിക്ക് വേണ്ടത് എന്റെ മുത്തശ്ശിക്ക് ലഭിക്കാത്ത ആ ചികിത്സാ സൗകര്യം രാജ്യത്തെ എല്ലാ ദരിദ്രർക്കും ലഭിക്കണമെന്നാണ്. ഒരു കുട്ടിയും സ്കൂളിന് പുറത്തു നിൽക്കാൻ ഇടവരരുത്. ഇതാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ നിമിഷം തന്നെ അദ്ദേഹം ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. ആകാശിന്റെ പേരിൽ ആകാശ് കല്യാൺ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു വലിയ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യത്തെ രേഖകളില്ലാത്ത എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു അത്. അടുത്ത ദിവസം തന്നെ ആകാശിന്റെ മുത്തശ്ശിയെ എയിംസ് ആശുപത്രിയിലെ ഏറ്റവും മികച്ച വാർഡിലേക്ക് മാറ്റി. രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർ അവർക്ക് ചികിത്സ നൽകി. ആകാശിന് ഡൽഹിയിലെ ഒരു മികച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ ആകാശ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ പഠിക്കും, പക്ഷെ എന്റെ ചേരിയിലെ കുട്ടികളെയും കൂടെ കൂട്ടണം. അവന്റെ നിർബന്ധപ്രകാരം ആ ചേരിയിലെ 100ഓളം കുട്ടികളെ അതേ സ്കൂളിൽ തന്നെ ചേർക്കാൻ സർക്കാർ നടപടിയെടുത്തു. ആഴ്ചകൾക്കുള്ളിൽ ആകാശ് ഒരു ദേശീയ താരമായി മാറി.
മാറി. വലിയ ചാനലുകൾ അവന്റെ അഭിമുഖത്തിനായി ക്യൂ നിന്നു. അവൻ ഇന്നും തന്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ ചേരിയിൽ പോകുമായിരുന്നു. പക്ഷെ അവിടെയും കാര്യങ്ങൾ മാറാൻ തുടങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തുടങ്ങി. കുടിവെള്ള പൈപ്പുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. എങ്കിലും ആകാശിന്റെ ഈ വളർച്ച എല്ലാവരെയും സന്തോഷിപ്പിച്ചില്ല. രാഷ്ട്രീയ രംഗത്തെ ചിലർ അവനെതിരെ ഗൂഢാലോചനകൾ തുടങ്ങി. ഒരു ഭിക്ഷക്കാരൻ വന്ന് രാജ്യത്തിന്റെ നിയമം തീരുമാനിക്കുകയോ എന്ന് ചിലർ മുറുമുറുത്തു. ആകാശിന്റെ പ്രശസ്തി കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവനെ തകർക്കാൻ പിന്നിൽ നിന്ന് ചരടുവലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ചേരി ബാലൻ രാജ്യത്തിന്റെ നായകനായി മാറുന്നത് ചില രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആകാശിന്റെ പ്രസംഗം ഒരു വലിയ ഗൂഢാലോചന ആണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. സോഷ്യൽ മീഡിയയിൽ അവനെതിരെ വ്യാജ വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങി. ആകാശ് ഒരു ഭിക്ഷക്കാരനല്ലെന്നും അവൻ പണം വാങ്ങി അഭിനയിക്കുന്ന ഒരു നാടകക്കാരനാണെന്നും ചില പ്രമുഖ ചാനലുകൾ ചർച്ചകൾ സംഘടിപ്പിച്ചു. ഒരു ദിവസം ആകാശ് പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ വലിയ ഒരു സംഘം ആളുകൾ പ്രതിഷേധവുമായി എത്തി. രാജ്യത്തെ നാണം കെടുത്തിയ ഭിക്ഷക്കാരനെ പുറത്താക്കുക എന്നവർ മുദ്രാവാക്യം വിളിച്ചു. ആകാശ് വല്ലാതെ ഭയന്നുപോയി. തന്നെ സ്നേഹത്തോടെ സ്വീകരിച്ച ലോകം ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറാൻ കഴിഞ്ഞുവെന്ന് അവൻ അത്ഭുതപ്പെട്ടു. സ്കൂളിലെ ചില കുട്ടികൾ പോലും അവനെ കളിയാക്കാൻ തുടങ്ങി. എവിടെ നിന്റെ പഴയ കീറിയ വസ്ത്രം എന്നവർ പരിഹാസത്തോടെ ചോദിച്ചു. പ്രതിസന്ധികൾ അവിടെയൊന്നും തീർന്നില്ല. ആകാശിന്റെ മുത്തശ്ശി ചികിത്സയിൽ കഴിയുന്ന എയിംസ് ആശുപത്രിക്ക് മുന്നിലും ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു ഭിക്ഷക്കാരന്റെ മുത്തശ്ശിക്ക് എന്തിനാണ് എയിംസ് ചികിത്സ എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഈ വാർത്തകൾ കണ്ട ആകാശ് വല്ലാതെ തകർന്നുപോയി. താൻ കാരണം തന്റെ മുത്തശ്ശിക്ക് വല്ലതും സംഭവിക്കുമോ എന്നവൻ പേടിച്ചു. അവൻ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും തിരക്കുകൾ കാരണം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഒരു വൈകുന്നേരം ഒരു പ്രമുഖ ചാനലിലെ അവതാരകൻ ആകാശിനെ തന്റെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചു. സത്യം തെളിയിക്കാൻ ഇതൊരവസരമാണെന്ന് കരുതി ആകാശ് അവിടെ എത്തി. എന്നാൽ അതൊരു കെണിയായിരുന്നു. അവതാരകൻ അവനോട് ചോദിച്ചു, ആകാശ്, നിനക്ക് ആരാണ് ആ പ്രസംഗം എഴുതി നൽകിയത്? നിന്നെപ്പോലെ സ്കൂളിൽ പോകാത്തൊരു കുട്ടിക്ക് എങ്ങനെ എത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു? നിന്റെ പിന്നിലുള്ള ആളുകൾ ആരാണ്? ആകാശ് ശാന്തനായി മറുപടി നൽകി, എനിക്കാരും പ്രസംഗം എഴുതി തന്നതല്ല സർ. എന്റെ വിശപ്പാണ് എനിക്ക് വാക്കുകൾ നൽകിയത്. എന്റെ മുത്തശ്ശിയുടെ കണ്ണീരാണ് എനിക്ക് ധൈര്യം നൽകിയത്. ഒരു ചേരി ബാലന് ചിന്തിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുറവാണ്. ഈ മറുപടി അവതാരകനെ നിശബ്ദനാക്കിയെങ്കിലും അവർ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ആകാശിനെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ചു. മാനസികമായി തളർന്ന ആകാശ് തന്റെ ചേരിയിലേക്ക് തിരിച്ചുപോയി. അവൻ അവിടെയുള്ള തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടു. അവർ അവനെ കെട്ടിപ്പിടിച്ചു. ആകാശ്, നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവനാണ്. ഈ ലോകം നിന്നെ തള്ളി പറഞ്ഞാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. അവർ അവന് ആത്മവിശ്വാസം നൽകി. ആ നിമിഷം ആകാശ് ഒരു കാര്യം ഉറപ്പിച്ചു. ഈ പോരാട്ടം തനിക്ക് വേണ്ടിയല്ല, മറിച്ച് തന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടിയാണ്. പിന്മാറാൻ അവൻ തയ്യാറായില്ലായിരുന്നു. അടുത്ത ദിവസം ആകാശ് ഒരു പത്രസമ്മേളനം വിളിച്ചു. പക്ഷെ അത് ഏതെങ്കിലും ഹോട്ടലിലോ ഹാളിലോ ആയിരുന്നില്ല. താൻ ജനിച്ചു വളർന്ന അതേ ചുവപ്പ് കോട്ടയുടെ പുറത്തെ കവാടത്തിലായിരുന്നു. അവിടെ വെച്ച് അവനൊരു വലിയ സത്യം തുറന്നു പറഞ്ഞു. എന്നെ ഭിക്ഷക്കാരൻ എന്ന് വിളിച്ചോളൂ, എനിക്കതിൽ നാണമില്ല. പക്ഷേ ഇന്ത്യയിലെ ദരിദ്രത്തെ നാടകമെന്ന് വിളിച്ച് നിങ്ങൾ അപമാനിക്കരുത്. എന്റെ സത്യം തെളിയിക്കാൻ എന്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. ആകാശിന്റെ ഈ തുറന്നു പറച്ചിൽ വീണ്ടും രാജ്യത്തെ ഉണർത്തി. ജനങ്ങൾക്കിടയിൽ അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു. ആകാശിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടവർ വിചാരിച്ചത് അവനെ ഭയപ്പെടുത്തി നിശബ്ദനാക്കാം എന്നായിരുന്നു. എന്നാൽ തെരുവിൽ വളർന്ന ആകാശിന് പോരാട്ടം പുത്തിരിയല്ലായിരുന്നു. അവൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിനു പിന്നാലെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ അവനായി തെരുവിലിറങ്ങി. ഞങ്ങൾ ആകാശിനൊപ്പം എന്ന മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. ഈ സമയമെല്ലാം മൗനം പാലിച്ചിരുന്ന പ്രധാനമന്ത്രി ഒടുവിൽ തന്റെ നിശബ്ദത വെടിഞ്ഞു. അദ്ദേഹം ആകാശിനെ വീണ്ടും തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഇത്തവണ അതൊരു രഹസ്യ കൂടിക്കാഴ്ച ആയിരുന്നില്ല. രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെയും സാക്ഷി നിർത്തി അദ്ദേഹം ആകാശിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ആകാശ്, നിന്നെ സംശയിച്ചവർക്ക് ഈ രാജ്യം മറുപടി നൽകിക്കഴിഞ്ഞു. നിന്റെ ശബ്ദം അടിച്ചമർത്താൻ ആർക്കും കഴിയില്ല, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ആകാശിനെതിരെ വ്യാജ വീഡിയോകൾ നിർമ്മിച്ചവരെയും അവനെ അപമാനിക്കാൻ ശ്രമിച്ചവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടെ ആകാശിന്റെ സത്യസന്ധത ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു. ഒരു വർഷം കടന്നുപോയി. വീണ്ടും ഒരു ജനുവരി 26 കൂടി വന്നെത്തി. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇത്തവണ ആകാശ് ചുവപ്പ് കോട്ടയിൽ ഉണ്ടാകുമോ എന്നാണ്. കഴിഞ്ഞ തവണ ഒരു യാദൃശ്ചികതയിലൂടെയാണ് അവൻ അവിടെ എത്തിയതെങ്കിലും ഇത്തവണ ആ രാജ്യം മുഴുവൻ അവനെ പ്രതീക്ഷിക്കുന്നു. 2025 ജനുവരി 26.
കൃത്യം ഒരു വർഷം മുമ്പ് ഇതേ ദിവസം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ചുവപ്പ് കോട്ടയുടെ ബാരിക്കേഡിന് പുറത്ത് വിറച്ചുനിന്ന ആ 14 വയസ്സുകാരനല്ല ഇന്ന് ആകാശ്. ആത്മവിശ്വാസമുള്ള, അറിവുള്ള, ഒരു രാജ്യത്തിന്റെ തന്നെ പ്രതീക്ഷയായ യുവാവായാണ് അവൻ ഇന്ന് ചുവപ്പ് കോട്ടയിലേക്ക് എത്തിയത്. ഇത്തവണ അവനെ ആരും തടഞ്ഞില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അഭിവാദ്യം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആകാശിന്റെ ജീവിതം മാത്രമല്ല മാറിയത്, അവൻ പ്രതിനിധീകരിച്ച ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം കൂടിയാണ്. ആകാശ് കല്യാൺ ട്രസ്റ്റ് വഴി ഇതിനോടകം 10,000-ത്തിലധികം കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. ആകാശ് നടത്തിയ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായി തിരിച്ചറിയൽ രേഖകളില്ലാത്ത കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പുതിയ നിയമം സർക്കാർ നടപ്പിലാക്കി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ചേരികളിൽ ഇപ്പോൾ മൊബൈൽ ക്ലിനിക്കുകളും പഠനമുറികളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വീണ്ടും വേദിയിലെത്തി. പ്രസംഗത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ആകാശിനെ അരികിലേക്ക് വിളിപ്പിച്ചു. ആകാശ്, നിന്റെ കഴിഞ്ഞ വർഷത്തെ വാക്കുകൾ രാജ്യത്തെ ഒരുപാട് ഉണർത്തി. ഇത്തവണ നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ആകാശ് ശാന്തനായി മറുപടി നൽകി. സർ, കഴിഞ്ഞ തവണ ഞാൻ എന്റെ പരാതികളാണ് പറഞ്ഞത്. ഇത്തവണ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. പക്ഷെ ആ നന്ദി വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. അവൻ സംസാരിച്ചു തുടങ്ങി. നമസ്കാരം. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്കൊരു പാസ്പോർട്ടോ ആധാർ കാർഡോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഈ രാജ്യത്തിന്റെ തിരിച്ചറിയൽ കാർഡുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇന്ന് പേരും അടയാളവുമുണ്ട്. ഇതാണ് റിപ്പബ്ലിക്കിന്റെ വിജയം. അവൻ തുടർന്നു. മാറ്റം എന്നത് ഒരു വ്യക്തിയിലോ ഒരു പ്രസംഗത്തിലോ അവസാനിക്കേണ്ട ഒന്നല്ല. ഞങ്ങളുടെ ചേരിയിലെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ ഇനിയും വലിയ കാര്യങ്ങളുണ്ട്. അവർക്ക് പഠിക്കാൻ പുസ്തകങ്ങൾ ലഭിച്ചു. പക്ഷെ അവർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം കൂടി നമ്മൾ നൽകണം. ഒരു ഭിക്ഷക്കാരന്റെ മകനും ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ കഴിയുന്ന ഒരു സാഹചര്യം നാം സൃഷ്ടിക്കണം. ആകാശിന്റെ ഈ വാക്കുകൾ കേൾക്കാൻ വേദിക്ക് മുന്നിൽ ഒരു പ്രത്യേക അതിഥി ഇരിപ്പുണ്ടായിരുന്നു. അത് ആകാശിന്റെ മുത്തശ്ശിയായിരുന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്റെ കൊച്ചുമകന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ പേരക്കുട്ടി ഒരു രാജ്യത്തിന്റെ തന്നെ മാറ്റത്തിന് കാരണമായിരിക്കുന്നു എന്ന സത്യം അവർക്ക് വിശ്വസിക്കാനായില്ല. പ്രസംഗത്തിനിടയിൽ ആകാശ് ഒരു പ്രധാന കാര്യം കൂടി പ്രഖ്യാപിച്ചു. തന്റെ ട്രസ്റ്റിലൂടെ പഠിച്ചു വളർന്ന മുതിർന്ന കുട്ടികൾ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈച്ച് വൺ ടീച്ച് വൺ എന്ന പദ്ധതി അവൻ അവതരിപ്പിച്ചു. സർക്കാർ നൽകുന്ന സഹായങ്ങൾക്കൊപ്പം ജനങ്ങൾ പരസ്പരം സഹായിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. പ്രസംഗം കഴിഞ്ഞ് ആകാശ് താഴെ ഇറങ്ങുമ്പോൾ പ്രധാനമന്ത്രി അവനെ കെട്ടിപ്പിടിച്ചു. അന്ന് വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ആകാശിന് യുവപ്രതിഭ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. എന്നാൽ പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ അവനെ സന്തോഷിപ്പിച്ചത് തന്റെ പഴയ ചേരിയിലെ സുഹൃത്തുക്കൾ അയച്ച ഒരു കത്തായിരുന്നു. അവരിപ്പോൾ സ്കൂളിലെ ടോപ്പർമാരാണെന്നും അവനെ പോലെ ആകണമെന്നാണ് ആഗ്രഹമെന്നും അതിൽ എഴുതിയിരുന്നു. ആകാശിന്റെ പോരാട്ടം ലക്ഷ്യത്തിലെത്തുകയാണെന്ന ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു. പുരസ്കാരങ്ങളുടെയും പ്രശസ്തിയുടെയും തിളക്കം മാറിയപ്പോൾ ആകാശ് വീണ്ടും തന്റെ പഠനത്തിലേക്ക് മടങ്ങി. എന്നാൽ ഒരു സാധാരണ വിദ്യാർത്ഥിയായി ജീവിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല. ഡൽഹിയിലെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു അവൻ പഠിച്ചിരുന്നത്. അവിടെയുള്ള കുട്ടികളിൽ പലരും രാജ്യത്തെ വലിയ പണക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മക്കളായിരുന്നു. ആകാശിനോട് സ്നേഹമുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിലും അവനെ ഒരു ചേരിബാലനായി മാത്രം കണ്ടിരുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിലെ ഓരോ ചുവടിലും ആകാശിന് വിവേചനകൾ നേരിടേണ്ടി വന്നു. ആഡംബര കാറുകളിൽ വരുന്ന സഹപാഠികൾക്കിടയിൽ സൈക്കിളിൽ വരുന്ന ആകാശ് ഒരു അത്ഭുതമായിരുന്നു. നിനക്ക് സർക്കാരിൽ നിന്ന് അത്രയും പണം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് നീ കാറ് വാങ്ങാത്തത് എന്ന് ചിലർ പരിഹാസത്തോടെ ചോദിച്ചു. ആകാശ് ശാന്തനായി മറുപടി നൽകി. എനിക്ക് കിട്ടുന്ന ഓരോ രൂപയും എന്നെ പോലെയുള്ള 1000 കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. എനിക്കൊരു കാറ് വാങ്ങിയാൽ അവരുടെ ഒരു വർഷത്തെ പഠനമാണ് മുടങ്ങുന്നത്. ഈ മറുപടി പലരെയും നിശബ്ദരാക്കി. ആകാശിന്റെ ആരോഗ്യനില വല്ലാതെ മോശമായി തുടങ്ങി. പഠനവും ട്രസ്റ്റ് പ്രവർത്തനങ്ങളും ചേരി സന്ദർശനങ്ങളും അവനെ വല്ലാതെ തളർത്തിയിരുന്നു. ഇതിനിടയിൽ മുത്തശ്ശിയുടെ ആരോഗ്യനിലയും വഷളായി. തന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശിക്ക് തന്റെ വിജയം പൂർണ്ണമായി കാണാൻ സാധിക്കുമോ എന്ന് ആകാശ് ആശങ്കപ്പെട്ടു. ആശുപത്രിയിലെ മുറിക്കുള്ളിൽ മുത്തശ്ശിയുടെ കൈ പിടിച്ചിരിക്കുമ്പോൾ അവൻ ആലോചിച്ചു, താൻ തുടങ്ങിവെച്ച ഈ മാറ്റം തനിക്ക് ശേഷം ആര് മുന്നോട്ട് കൊണ്ടുപോകും? ആ ചോദ്യത്തിന് ഉത്തരമായി ആകാശ് ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ ട്രസ്റ്റിന്റെ നേതൃത്വം തന്നെ പോലെ വളർന്നു വരുന്ന മിടുക്കരായ 5 കുട്ടികൾക്ക് കൈമാറാൻ അവൻ നിശ്ചയിച്ചു. ആകാശിന്റെ ജീവിതം വലിയ വിജയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അപ്രതീക്ഷിതമായ ഒരു ദുഃഖം അവനെ തേടിയെത്തി. അവനെ വളർത്തി വലുതാക്കിയ അവന്റെ ഏക ലോകമായിരുന്ന മുത്തശ്ശി അന്തരിച്ചു. മരണത്തിന് തൊട്ടു മുമ്പ് ആകാശിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവർ അവസാനമായി പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഈ രാജ്യത്തിന്റെ മകനാണ്. നിനക്കിനി കരയാൻ സമയമില്ല. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ വലിയൊരു ആകാശം
നിനക്ക് മുന്നിലുണ്ട്. മുത്തശ്ശിയുടെ മരണം ആകാശിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. എന്നാൽ ആ ദുഃഖത്തിനിടയിലും ആകാശ് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. തന്റെ മുത്തശ്ശിക്ക് ലഭിച്ച ചികിത്സയും പരിഗണനയും രാജ്യത്തെ എല്ലാ വയോധികർക്കും ലഭിക്കുന്നുണ്ടോ? തന്റെ ട്രസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചേരികളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിയുന്ന പ്രായമായവർക്ക് ആരുണ്ട്? ഈ ചോദ്യം അവനെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നയിച്ചു. മുത്തശ്ശിയുടെ സ്മരണക്കായി അവൻ അമ്മുമ്മ മന്ദിരം എന്ന പേരിൽ ചേരികളിലെ വയോധികർക്കായി ചെറിയ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ ആകാശിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു അംഗീകാരം ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന ലോക യുവജന സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അവന് ക്ഷണം ലഭിച്ചു. യാത്രക്ക് മുമ്പായി അവൻ തന്റെ പഴയ ചേരി സന്ദർശിച്ചു. അവിടെ അവൻ ജനിച്ചു വളർന്ന മണ്ണിൽ ഇരുന്നു കൊണ്ട് അവൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും ഈ മണ്ണിലെ മണമാണ് എന്റെ ശ്വാസം. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം ഞാൻ ആരായിരുന്നു എന്ന്. ആകാശിന്റെ ഈ ലാളിത്യം അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. തന്റെ പാസ്പോർട്ടും ബാഗുമായി വിമാനത്താവളത്തിലേക്ക് നടക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. ആകാശം ഇന്നും വിശാലമായിരിക്കുന്നു. പക്ഷേ ഭൂമിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. ഇന്ത്യയുടെ ഒരു പുതിയ നായകൻ ലോകവേദിയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. ആകാശിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം അവൻ കൊളുത്തിയ ആവേശത്തിന്റെ തീജ്വാല ഇന്ത്യയിലെ ഓരോ ചേരിയിലും ഓരോ ഗ്രാമത്തിലും പടർന്നു കഴിഞ്ഞിരുന്നു. ഒരു ഭിക്ഷക്കാരനെന്ന് ലോകം മുദ്രകുത്തിയ ബാലൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഒരു രാജ്യത്തിന്റെ തന്നെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചു. ജനാധിപത്യം എന്നത് വെറും ഒരു വാക്കല്ല, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും അവകാശമാണെന്നും അത് നേടിയെടുക്കാൻ ശബ്ദമുയർത്തണമെന്നും അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു.